റിപ്പോർട്ടർ ടിവിയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ വയനാട്ടിൽ അണിചേർന്ന ആയിരങ്ങൾ. ജില്ലയിലെ പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കുചേർന്നു. വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി ഫ്ളാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ നാടൊന്നാകെ കൂട്ടയോട്ടത്തിൽ ലഹരി എന്ന വിപത്തിനെതിരെ പ്രതിജ്ഞയെടുത്തു. പശ്ചിമഘട്ട മലനിരകളുടെ പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന കൽപ്പറ്റയിലെ മയിലാടിപ്പാറയിൽ നിന്നായിരുന്നു റിപ്പോർട്ടറിന്റെ മോർണിംഗ് ഷോ ആരംഭിച്ചത്. നമ്മളുടെ വാർത്താ പ്രഭാത യാത്രയിലെ ഏറ്റവും സുന്ദരമായൊരു പ്രഭാതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കുറച്ച് അധികം ഉയരത്തിലുള്ള മയിലാടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിയത്. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ മഹീന്ദ്ര റൈഡേഴ്സ് ലഹരി വിരുദ്ധ ക്യാമ്പയിനിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റിപ്പോർട്ടറിനൊപ്പം ചേർന്നു. കളക്ടറേറ്റിന് മുന്നിൽ കേരള പോലീസ്, വയനാട് ജില്ലാ അസോസിയേഷൻ അംഗങ്ങളും വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങും ചേർന്നൊരുക്കിയ പരിപാടികളോടുകൂടിയായിരുന്നു ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ തുടക്കം. വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി ലഹരി വിരുദ്ധ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. D-Hunt നമ്മുടെ ഡിറ്റക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് കേസ് നമ്മൾ പിടിച്ചിട്ടുണ്ട്. പിന്നെ അക്യൂസിനെ പിടിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ വരെ പോയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഒരു ഫോറിൻ സിറ്റിസൻസിനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഒരു സെപ്പറേറ്റ് അവയർനെസ് ക്യാമ്പയിനും പാരലായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ കുട്ടിയോട്ടമുണ്ട്. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. പോലീസുകാരുമുണ്ട്, മറ്റു നാട്ടുകാരുണ്ട്, കുട്ടികളുണ്ട്. സോ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കളക്ടറേറ്റിന് മുൻപിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കാൽനട യാത്രക്കാരുൾപ്പെടെ കൂട്ടയോട്ടത്തിൽ അണിചേർന്നു. തെരുവ് നാടകം ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും ബസ് സ്റ്റാൻഡിൽ നടന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലേക്കും ലഹരി വിരുദ്ധ പോരാട്ടവുമായി റിപ്പോർട്ടർ സംഘമെത്തും. റിപ്പോർട്ടർ, വയനാട്.